നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വധശ്രമം. പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അതിരപ്പിള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാന ആക്രമിച്ചു. ആളൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി വാളയാറിൽ നിന്നും പിടികൂടി. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിനും പുല്ലുവില. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. പ്രതിപക്ഷ അംഗങ്ങളെ ഭരണപക്ഷ അംഗങ്ങൾ മർദ്ദിച്ചു എന്നാരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ LDF പ്രതിഷേധ ധർണ നടത്തി. കോടശ്ശേരി പഞ്ചായത്തിലെ UDF അംഗങ്ങളെ LDF പഞ്ചായത്ത് അംഗങ്ങൾ തല്ലിച്ചതച്ചു എന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വധശ്രമം. പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നന്ദിക്കര മാടായി വീട്ടിൽ ശിവജിയുടെ ഉടമസ്ഥതയിലുള്ള മീൻ വളർത്തുന്ന കുളത്തിൽ അനധികൃതമായി രാത്രിയിൽ മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്ത ശിവജിയുടെ ഭാര്യ സഹോദരൻ സുഭാഷ് എന്നിവരെ വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച നന്ദിക്കര സ്വദേശികളായ തണ്ടാശ്ശേരി വീട്ടിൽ വള്ളി എന്ന് വിളിക്കുന്ന സനീഷ്, തണ്ടാശ്ശേരി വീട്ടിൽ കുട്ടൻ എന്ന് വിളിക്കുന്ന സിദ്ധാർത്ഥൻ എന്നിവർക്കാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2014 നന്ദിക്കരയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിലെ 1-ാം പ്രതി വള്ളി എന്ന് വിളിക്കുന്ന സനീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 4 മാസം അധിക തടവ് അനുഭവിക്കുന്നതിനും ശിക്ഷാവിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിരപ്പിള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാന ആക്രമിച്ചു. ഇന്ന് പുലർച്ചെ റിസോർട്ടിന്റെ മതിൽ മറിച്ചിട്ടാണ് ആന അകത്ത് കടന്നത്. റിസോർട്ടിൽ താമസിച്ചിരുന്ന എറണാകുളത്തെ ഗ്രീൻലാൻഡ് ട്രാവൽസ് ഉടമയുടെയും മലപ്പുറം സ്വദേശിയുടെയും കാറുകളാണ് ആന തകർത്തത്. റിസോർട്ടിന്റെ പൈപ്പ് പൊളിച്ചെടുത്ത് കാറിലേക്ക് ഇടുകയും ചെയ്തു. അകത്തുണ്ടായിരുന്ന ജീവനക്കാരും മറ്റും ബഹളം വച്ചതിനെ തുടർന്ന് പിന്നീട് ആന തിരിച്ചുപോയി. ആളൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി വാളയാറിൽ നിന്നും പിടികൂടി. പടിയൂർ സ്വദേശി കോടിപ്പറമ്പിൽ അനന്തുവിനെ ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിൽ എത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വെടിമറ സ്വദേശി കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ അബ്ദുള്ള, പെരുമ്പടന്ന സ്വദേശി കടുവാപ്പറമ്പിൽ ഗോട്ട്ലി എന്നിവരെ പാലക്കാട് ഡാൻസ് ഓഫ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെയാണ് പിടികൂടിയത്. അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. കവർന്ന പണം അപഹരിക്കുന്നതിനു വേണ്ടിയാണ് 10 പേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. മുക്താർ, മുഹമ്മദ് ഷമീം ഖുറേഷി, ഷാജി, നിഷാന, ഫാരിസ്, റൊണാൾഡ്, റിച്ചാർഡ് എന്നീ 7 പ്രതികളെ മുൻപ് പിടികൂടി ജയിലിൽ അടച്ചിരുന്നു. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാജിമോൻ ബി, സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ എം, CS സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ ES, വിശാഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിനും പുല്ലുവില. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഒരാഴ്ചയ്ക്കകം കുരുക്ക് പരിഹരിക്കാനാണ് ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിക്കും കരാറുകാർക്കും അന്ത്യശാസനം നൽകിയിരുന്നത്. കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഒന്നും ഉണ്ടായില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെ കുരുക്കിൽപ്പെടുന്നത് പതിവാണ്. കുരുക്കൊഴിവാക്കാനായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സമാന്തര പാതകളും തകർന്ന നിലയിലാണ്. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രതിഷേധം നടത്തിയ കോടശ്ശേരി പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളെ ഭരണപക്ഷ അംഗങ്ങൾ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ LDF പ്രതിഷേധ ധർണ നടത്തി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ CK സഹജൻ അധ്യക്ഷനായി. EA ജയതിലകൻ, CK ശശി, TR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലായിരുന്നു ഇരുവിഭാഗക്കാരും തമ്മിൽ കയ്യാങ്കളി നടന്നത്.
കഴിഞ്ഞ ജൂൺ 26 നടന്ന ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തിയ സമിതിയെ പിരിച്ചുവിടുന്ന പ്രമേയം അവതരിപ്പിച്ചതാണ് LDF അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ഭരണസമിതിക്ക് ഇതിന് അധികാരമില്ലെന്ന് ആരോപിച്ച് യോഗം ബഹിഷ്കരിച്ച LDF അംഗങ്ങൾ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ഉപരോധം നടത്തി. ഇതിനിടെ പുറത്തുവന്ന ഭരണസമിതി അംഗങ്ങളും LDFകാരും തമ്മിൽ ഉന്തും തള്ളും മുദ്രാവാക്യം വിളിയും നടന്നു. ഇരുവശത്തെയും അംഗങ്ങൾക്ക് ചെറിയ തോതിൽ പരിക്കേറ്റു. കോടശ്ശേരി പഞ്ചായത്തിലെ UDF അംഗങ്ങളെ LDF പഞ്ചായത്ത് അംഗങ്ങൾ തല്ലിച്ചതച്ചു എന്നാരോപിച്ച് UDF നടത്തിയ ഹർത്താലിനോടനുബന്ധിച്ച് UDF കുറ്റിച്ചിറയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി, T ആന്റോ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CV ആന്റണി, ലിജോ ജോൺ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റിൻസൺ മണവാളൻ, കോൺഗ്രസ് അതിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജയചന്ദ്രൻ, അഭിജിത്ത് ശ്രീനിവാസൻ, സ്റ്റാർലി തോപ്പിൽ, ആൽഫിൻ ജോസ്, ഡെന്നി വർഗീസ്, ജയചന്ദ്രൻ, ആന്റോ അളിയത്ത് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9145 രൂപ, പവന് 73,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വധശ്രമം. പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാന ആക്രമിച്ചു. ആളൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി വാളയാറിൽ നിന്നും പിടികൂടി. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിനും പുല്ലുവില. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. പ്രതിപക്ഷ അംഗങ്ങളെ ഭരണപക്ഷ അംഗങ്ങൾ മർദ്ദിച്ചു എന്നാരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ LDF പ്രതിഷേധ ധർണ നടത്തി. കോടശ്ശേരി പഞ്ചായത്തിലെ UDF അംഗങ്ങളെ LDF പഞ്ചായത്ത് അംഗങ്ങൾ തല്ലിച്ചതച്ചു എന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.